ഈ അവസരവാദത്തിൻ്റെ ആൾരൂപങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. അതിൻ്റെ ഒരു കാരണം മാർക്സിസം ഒരു സംസ്കാരമായി കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ചിത്ര, കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ചിത്ര വളരെ നിഷ്കളങ്കമായി അവരവരുടെ ഭക്തി വ്യക്തമാക്കുന്ന തരത്തിൽ, ശ്രീരാമ ഭക്തി വ്യക്തമാക്കുന്ന തരത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കണം എന്ന് ആഹ്വാനം ചെയ്തു. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ? അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. പക്ഷേ അത് ഹിന്ദുവിന് മാത്രം ആ സ്വാതന്ത്ര്യം കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അതിൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് മനസ്സാണ് ഉള്ളത്. ആ കമ്മ്യൂണിസ്റ്റ് ജിഹാദി അച്യുതണ്ട് കേരളത്തിൽ വളരെ കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം അതിൻ്റെ ഫലമായിട്ട് രാജ്യത്തെ ഭീകരവാദത്തിൻ്റെ ഹബ്ബായി കേരളം മാറിയിരിക്കുന്നു. ഇവിടെ ഭീകരവാദത്തിന് പോലും മാന്യത ലഭിക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ ഭീകരവാദത്തിന് പോലും മാന്യത നൽകുന്ന കേരളം വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അയോധ്യയെക്കുറിച്ചാണെങ്കിലും ശബരിമലയെക്കുറിച്ചാണെങ്കിലും ഗുരുവായൂരിനെക്കുറിച്ചൊക്കെ ആണെങ്കിലും എല്ലാ വിവാദങ്ങളും ഉണ്ടാക്കുന്നത് ഒരു മാർക്സിസ്റ്റ് ജിഹാദി കുബുദ്ധിജീവികൾ എന്ന് ഞാൻ ആ വിഭാഗത്തെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരാണ് സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ പ്രചരണങ്ങൾ നടത്തിയത്. അപ്പോൾ അവർക്ക് രാമൻ അധിക്ഷേപാർഹനാണ്, അയ്യപ്പൻ അധിക്ഷേപാർഹനാണ്, ഗുരുവായൂരപ്പൻ അധിക്ഷേപാർഹനാണ്. അതേസമയം തന്നെ ഇവർ ഹൈന്ദവമായ ആചാരാനുഷ്ഠാനങ്ങളെ എല്ലാം അധിക്ഷേപിക്കുകയും നിഷേധിക്കുകയും ചെയ്യുമ്പോൾ തന്നെ തന്ത്രശാസ്ത്രം എന്താണെന്നൊക്കെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാണപ്രതിഷ്ഠ നടക്കുന്നിടത്ത് പ്രധാനമന്ത്രിക്ക് എന്താണ് കാര്യം, അതുപോലെ പ്രാണപ്രതിഷ്ഠ എങ്ങനെയാണ് നടത്തേണ്ടത്, അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത്. ശങ്കരാചാര്യർ, ജാതി കോമരമായ ഒരു ശങ്കരാചാര്യരുണ്ട്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പുരി ശങ്കരാചാര്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ശങ്കരാചാര്യ പദവിയെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ പുരി ശങ്കരാചാര്യർ കാലങ്ങളായിട്ടൊരു ജാതി കോമരമാണ്. ആ ജാതി കോമരത്തിൻ്റെ വാക്കുകളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് സ്വീകാര്യമായിട്ടുള്ളത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ആ ശ്രീകോവിൽ നിൽക്കുന്നത് തനിക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ ആന്തരികമായ അർത്ഥം എന്താണ്? ജാതീയമായി ചിന്തിച്ചു കഴിയുമ്പോൾ പ്രധാനമന്ത്രി പിന്നോക്കക്കാരനാണ്. കാമേശ്വർ ചൗപാൽ എന്ന് പറയുന്ന ദളിതനാണ് രാമജന്മഭൂമിയുടെ ശിലാന്യാസം നടത്തിയത്. അതൊന്നും ഇവിടുത്തെ പുരോഗമന മന്യന്മാർക്ക്, വെച്ചാൽ പുരോഗമന നാട്യം മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ഈ പുരോഗമന മന്യന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. അപ്പോൾ ജാതി പറഞ്ഞാൽ പിന്നോക്കക്കാരനായ ഈ നരേന്ദ്രമോദി എന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആ ശ്രീലകത്ത് നിൽക്കുന്നത് നമ്മുടെ ഒരു ശങ്കരാചാര്യർക്ക്, ഒരു ജാതിവാദിയായ ശങ്കരാചാര്യർക്ക് തൃപ്തിയല്ല. നമ്മുടെ പുരോഗമനവാദികളായി ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റുകൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ശങ്കരാചാര്യരുടെ കൂടെയാണ് നിൽക്കുന്നത്. ഈ ജാതിവാദിയായ ശങ്കരാചാര്യരുടെ കൂടെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവസരം അനുസരിച്ച് ഇതിനെയൊക്കെ നിഷേധിക്കുകയും ചില സമയത്ത് പ്രതിരോധാത്മകമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ അതിനോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അടവ് നയത്തിൻ്റെ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് കാണാൻ സാധിക്കും. അതിന് മലയാളി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇപ്പോൾ രാമജന്മഭൂമിയെ തള്ളിപ്പറയുന്ന കാര്യത്തിലാണെങ്കിലും അയ്യപ്പനെ തള്ളിപ്പറയുന്ന കാര്യത്തിലാണെങ്കിലും ഗുരുവായൂരപ്പനെ തള്ളിപ്പറയുന്ന കാര്യത്തിലും മലയാളിയുടെ ഒരു സൈക്ക് വളരെ വിചിത്രമായൊരു സൈക്ക്. അന്യൻ്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി അഭിപ്രായം പറയുക എന്നുള്ള ഒരു ശൈലി, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കാനോ സ്വയം തിരുത്താനോ ഒന്നും തയ്യാറല്ല. ഇത് മുഴുവൻ ഇതിൻ്റെ എല്ലാം കാരണം സത്യത്തിൽ കേരളത്തിലെ ഈ കമ്മ്യൂണിസം പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു അധമ സംസ്കാരമുണ്ട്. അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും സാംസ്കാരിക രംഗത്താണെങ്കിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ആ അധമ സംസ്കാരമാണ് ഇത്തരം ഹീന പ്രചരണങ്ങൾ എല്ലാം പിന്നിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും.